നമസ്കാരം. നമസ്കാരം. പിന്നെ ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സംശയത്, ഞാൻ MJC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്നു. പിന്നെ ഞങ്ങളുടെ വർക്കാണെന്ന് പറയാം. ഞാനാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനൊരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും അവിടെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, സാറേ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഇടത്തിൻ്റെ ജേണിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിപ്പയർഡ് ഒന്നുമല്ല, കാരണം ഇന്നലെ പെട്ടെന്നായിരുന്നു ഇടത്തിൻ്റെ ജേണിയെ കുറിച്ചിട്ട് ഇവിടെ സംസാരിക്കണം എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ പ്രിപ്പയർഡ് ഒന്നുമല്ല, പക്ഷേ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഷെയർ ചെയ്യാന്നുള്ളൊരു സംഭവം മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? പിന്നെ ഇടത്തിൻ്റെ ജേണി എന്ന് പറയുന്നതിന് മുന്നേ ഇടത്തിലേക്കുള്ള ജേണി എന്നുള്ള സംഭവം ഞാൻ ആദ്യം ഇവിടെ പറയട്ടെ. അതായത് ഞാനിവിടെ ആർട്സ് കോട്ടയിലാണ് ഞാൻ ഫറൂഖിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ചിലർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും, കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പം ഞാനിവിടെ രാജഗേറ്റ് വരുന്നതിന് മുന്നേ ഞാൻ എടുത്ത 2 പ്ലാനായിരുന്നു. ഓരോ വർഷം വെച്ച് 2 വർക്ക് ഇവിടെ ഇറക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം വരുന്ന 2 വർഷത്തിൽ ഓരോ വർഷവും എൻ്റേതായിട്ടുള്ള 2 കമ്പോസിഷൻ ഇവിടെ ഇറങ്ങണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടം എന്നുള്ളതിൻ്റെ മുന്നേ എൻ്റെ പ്ലാനായിരുന്നു. അതായത് ഞാൻ പഠിക്കുന്ന കോളേജിനെ കുറിച്ചിട്ട് ഇവിടുത്തുള്ള, അതായത് കുട്ടികൾ വരുന്ന കോളേജിനെ കുറിച്ചിട്ടൊരു വരുന്ന കോളേജിലൊരു കമ്പോസിഷൻ ഇറക്കണം എന്നുള്ളത്. മണ്ണിനായി എന്നുള്ള കമ്പോസിഷൻ ആരെയും കേട്ടിട്ടുണ്ടായിരുന്നോ? ആരെ കേട്ടില്ല? ഓക്കെ, കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ പാർട്ട്ണർ തന്നെ പറയാം, സുധേവ്. ഞങ്ങൾ ചെറുപ്പം 10 വർഷമായിട്ട് ഒന്നിച്ചാണ്. കഴിഞ്ഞ വർഷം ഈ വർഷം ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തൊരു കമ്പോസിഷനാണ് മണ്ണിനായി എന്നുള്ളത്. വയനാടിനെ കുറിച്ചിട്ടുള്ള, വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു സോങ്. അപ്പം അതൊരു 3-4 ദിവസം കൊണ്ട് ഷെഡ്യൂൾ ചെയ്ത് ഇന്ന് കമ്പോസ് ചെയ്ത് പിറ്റേന്ന് ചടപടെ അപ്പം ചുട്ടെടുക്കുന്ന പോലെയുള്ളൊരു ചെറിയൊരു പരിപാടിയായിരുന്നു. പിന്നെ ഇതിന് ഞാൻ ഇടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇടം എന്നുള്ള എൻ്റെ ജേണീനെ കുറിച്ചിട്ട്, അതിൻ്റെ ഇടത്തിലേക്കുള്ള ജേണീനെ കുറിച്ചിട്ടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതായത് ചെറുതാവുന്ന സമയത്ത് എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഇവിടെ വന്ന് ഇതേപോലെ കോളേജിൽ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇപ്പം ഇതിൻ്റെ ഇടയിൽ 2-3 സിനിമ ചെയ്തു. നരിവേട്ടം ചെയ്തു, പിന്നെ സുരേന്ദ്രൻ എന്ന സിനിമ ചെയ്തു. ഇപ്പം കഴിഞ്ഞ ഇടം ഇറങ്ങിയതിന് ശേഷം എനിക്കുള്ള ഓഫർ കിട്ടിയെന്ന് വെച്ചാൽ, അത് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞ വർഷത്തെ ആളെ ഫാസിൽ റസാഖിൻ്റെ അടുത്ത സിനിമയ്ക്ക് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3 ദിവസം മുന്നേയിരുന്നു. അപ്പം 10 ദിവസം കൊണ്ട് ഓഗസ്റ്റ് 1 ഞാൻ സാധനം കൊടുക്കണം. അപ്പോൾ അതൊരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട് ഇപ്പം അങ്ങനെ 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഓട്ടത്തിലാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ സ്വപ്നങ്ങളാണ്, അതായത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള എൻ്റെ സ്വപ്നങ്ങളാണ് ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ട് ഇടത്തിലേക്ക് എത്താന്നുള്ളതാണ്. അത് ഓരോരുത്തർക്കും ഇടം എന്നുള്ളത് അവനവൻ്റെ സ്പേസിനെയാണ് അവനവൻ ഇടം എന്ന് പറയുന്നത്. അപ്പം ഓരോ ഇടങ്ങളും, ഇപ്പം എനിക്ക് കോളേജാണെന്നുണ്ടെങ്കിൽ പോലും കോളേജ്, അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഏരിയകളുണ്ട്, എൻ്റേതായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള സോണുകളുണ്ട്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ് വരെ ഉള്ള സമയം, 10 വരെ ഞാനൊരു സ്റ്റേജിലും കയറിയിട്ടില്ല. അതായത് ഒരു ആർട്ട് ഫോമിൽ, ഇപ്പോൾ നമ്മൾ മദ്രസിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു പൊതുവേദികളിലൊന്നും ഇതുപോലെ കയറി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഒരു ആർട്ട് ഫോമിൽ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. 10 വരെ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർമാർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഞാനിപ്പം എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ, പക്ഷേ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതുപോലെ ആവണം, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണം, അതായത് നമ്മളുടെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം, നമ്മൾ മരിച്ചു പോയാലും നമ്മളുടെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവം ഇവിടെ ബാക്കിയായിട്ട് വേണം എന്നുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എന്താ പറയുക, നമുക്ക് പറയില്ല, അഭിനിവേശം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പം അതെല്ലാവരുടെ ഉള്ളിലും വേണം.
അതായത് നമുക്കത് കിട്ടണം കിട്ടണം എന്നുള്ളൊരു ചിന്ത, അതായത് നമ്മളിങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അപ്പം ഈ ഒരു കണ്ടെത്തലുകളാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനും പിന്നെ അതുപോലെ നമ്മളുടേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഇതിലൂടെയാണ്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ 10ാം ക്ലാസ്സിന് ശേഷം പിന്നെ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഞാൻ ഈ എന്താ പറയുക മ്യൂസിക് ഭയങ്കര റിലേറ്റഡ് ആയിരുന്നു എനിക്ക്. ചെറുതാവുന്ന സമയത്തൊക്കെ ഞാൻ കുഞ്ഞിലേ ഇരുന്നിട്ട് തന്നെ പാട്ടെല്ലാം കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക പാട്ട് കേൾക്കുക, ചിത്രം വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിന്ന്. പക്ഷെ ഈ പാട്ട് കേൾക്കലിൻ്റെ കൂടെ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്ലസ് ടു എന്ന് പറയാം, +2 കഴിഞ്ഞ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നത്, ഒരു എന്താ പറയുക ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ട് ഇറങ്ങുന്നത്. അപ്പം ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാവർക്കും വരുന്ന തന്നെയാണ്. അപ്പം ഈ എന്താ പറയുക ഇങ്ങനെ ഓരോ എൻ്റേതായിട്ടുള്ള ഓരോ സംഭവങ്ങളെയും ചെയ്ത് ഒരു ആർട്ട് ഫോമിലേക്ക് ഞാൻ വന്ന സമയത്ത് ഒരുപാട് ഏരിയകൾ അത് ഇടത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഒരു എൻ്റെ ടാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മ്യൂസിക് അക്കാദമി ഉണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. ഇവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് പേര്, എൻ്റെ അനിയൻ, ഞാൻ, പിന്നെ അതുപോലെ തന്നെ സുദേവിൻ്റെ അനിയൻ, അങ്ങനെ കുറച്ച് പേര് നമുക്ക് ആ ഇടമായിരുന്നു നമുക്കെല്ലാം. രാവിലെ പോവും, വൈകുന്നേരം വരെ അവിടെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉള്ള സമയത്ത് ഞാനും സുദേവും കൂടെ അതിൽ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ ചിലപ്പോൾ അടച്ചിട്ടിരിക്കുമോ, ചിലപ്പം അവിടെ എന്താ പറയുക ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾ നമ്മൾ അതിൽ പാസ് ചെയ്യുന്ന ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടൊന്ന് നോക്കും. ആ ഏരിയക്ക് നമ്മൾ ഇരുന്ന ഏരിയകളിലേക്ക്, അതായത് നമ്മൾ പഠിച്ചു പോയ സ്കൂളിലെത്തുമ്പം നമ്മൾ ആ ഏരിയക്ക് ഒന്ന് നമ്മൾ നോക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കവിടെ എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ എന്തൊക്കെയോ നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെയോ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തോ ഒന്ന് അത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. അപ്പം ഇത്തരം ഏരിയകൾ, അതായത് ഇപ്പം നമ്മളെ സ്കൂള്, പിന്നെ അതുപോലെ തന്നെ ഞാൻ പഠിച്ച എൻ്റെ സ്ഥാപനം, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇരിക്കുന്ന കുറച്ച് ചില ഏരിയകളുണ്ട്. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയകൾ. ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ ഞാൻ അത് സൂചിപ്പിക്കാം. അപ്പം ഇത്തരം ഏരിയകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനുഷ്യരാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇത്തരം നമ്മൾ വർക്ക് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന അത്തരം ഒരു കംഫർട്ടായിട്ടുള്ള സോൺ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ മനുഷ്യനാകുന്നത്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോരോ ഏരിയകൾ വേണം. അത് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ് അങ്ങനെ ഒരു ഏരിയ കിട്ടുക എന്നുള്ളത്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഏരിയ വേണം. അവിടെ എത്തിക്കുക മാത്രമാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനായിട്ട് കഴിയുണ്ടാവും. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? അപ്പം അങ്ങനത്തെ ഈ ഇടങ്ങൾ എന്നുള്ളൊരു സംഭവം എന്താ പറയാ, ഇങ്ങനത്തെ സോണുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്കുണ്ട് കോളേജ് എന്ന് പറയുന്നത്. അപ്പം കോളേജിൽ വരുന്ന കുട്ടികൾ പൊതുവെ, അതായത് ഞാൻ എന്താ പറയാ, ഇപ്പം ഞാനാണെന്നുള്ളത് എനിക്ക് ചെറുതാവുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ്, കോളേജിൽ എന്തുണ്ടാവും, നമുക്ക് കോളേജിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, കോളേജിൽ എന്തെങ്കിലും ഇപ്പോൾ പോകുന്ന കുട്ടികൾ പൊതുവെ രക്ഷിതാക്കൾക്കൊക്കെ ഒരു പേടിയാണ്, അതായത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ളൊരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കൂടുതലും, അതായത് ഇവിടെ വരുന്ന സമയത്ത്, ഫറൂഖിൽ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആവണം, അതായത് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു സംഭവം ഞാൻ ആദ്യം പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതായത് അക്കാഡമിക്സ് ഉണ്ട് എന്നുള്ളതിനപ്പുറം അത് വേണം, പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഏരിയ വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നെൻ്റെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ രാജഗീറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പം ഈ കമ്പോസിഷൻ ഇറക്കണ കാര്യം, പിന്നെ അതുപോലെ ഇന്റർസോൺ ബീസോൺ സമയങ്ങളൊക്കെ, കാരണം അതിൽ വന്ന ഒരുപാട് ബന്ധങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വരുന്ന ഒരു സംഭവം പറയട്ടെ. അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഫറൂഖിൽ വരിക എന്നുള്ളത് എൻ്റെ ഒരു +2 കഴിഞ്ഞ സമയത്ത്, അതായത് ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫറൂഖിൽ എത്തുക എന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. ഇവിടെ വരണം, പഠിക്കണം എന്നുള്ളത്, ഇവിടെ അല്ലെങ്കിൽ മലപ്പുറം കോളേജ്. കാരണം എന്നെ പഠിപ്പിച്ചൊരു മാഷുണ്ടായിരുന്നു, ഷംസുദ്ദീൻ മാഷ് എന്ന് പറയും. ആളെപ്പോഴും പറയും ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു എന്തെങ്കിലും, അത് ആളുടെ തോന്നലുകളാവാം, ഇവനെന്തെങ്കിലും വേണം എന്നുള്ള ഒരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതെങ്ങനെയാ മാഷ് ചെയ്യുക, ഇതെങ്ങനെയാ ചെയ്യുക, ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവത്ത് ആളിനോട് പറഞ്ഞു ഈ പഠിക്കുകയാണെങ്കിൽ ഫറൂഖ് പോയി പഠിക്കണം. ആളിനോട് അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഫറൂഖ് പോയി പഠിക്കണം അല്ലെങ്കിൽ മലപ്പുറം കോളേജിൽ പഠിക്കണം, കാരണം ഞാൻ മലപ്പുറത്തുകാരനാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം
എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഇവിടെ വരണം പഠിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ അവസരങ്ങൾ അല്ലെങ്കിൽ നമുക്കത് ആ സമയത്ത് കിട്ടാതെ പോയി. ഇവിടെ വരണം അല്ലെങ്കിൽ ഇവിടെ പഠിക്കണം എന്നുള്ളൊരു സംഭവം എനിക്കന്ന് കിട്ടാതെ പോയി. അതിനുശേഷം ഞാൻ എൻ്റെ ഡിഗ്രി ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. പക്ഷെ ആ സമയത്തേ ഉണ്ടായിരുന്നു ഇവിടെ വരണം പഠിക്കണം എന്നുള്ളത്. ഇങ്ങനെ വന്ന് ഞാൻ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജിദ്ദയിൽ ഒരു ഇന്ത്യൻ എംബസീൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഞാനും അനിയനും കൂടെ. അപ്പോൾ അവിടെ പോയ സമയത്ത് എൻ്റെ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരു ജോലി, എനിക്കൊരു 1,50,000 എനിക്ക് അവിടെ ജോലി കിട്ടിയതാണ് ഓൾറെഡി. അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്തിട്ട് നാദർഷയുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. നാദർഷേൻ്റെ ഒരു സ്കൂളിൽ എനിക്ക് മ്യൂസിക് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, എന്നോട് പറഞ്ഞു പറ്റെങ്കിൽ ഇവിടെ തന്നെ വിസ നമുക്ക് പുതുക്കിയിട്ട് ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് ആ ജോലി നാട്ടിൽ പോയിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഉമ്മാനോടും ഉപ്പാനോടൊക്കെ സംസാരിച്ചിട്ട് വരാം. കാരണം ആ സമയത്ത് നമുക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. നമ്മുടെ ജീവിതം എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നല്ലൊരു സ്കോപ്പ് ആയിരുന്നത്. അപ്പം ഞാനത് എനിക്ക് അറിയാം, അവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനാണ്. ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. നല്ല സാലറി ഉണ്ട്, നല്ല ഫുഡ് ഉണ്ടായില്ല, അക്കോമഡേഷൻ ഉണ്ട്. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് അപ്പോൾ അപ്പം അങ്ങനെ ഞാൻ സംസാരിച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് എത്തിയിട്ട് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര്, എൻ്റെ പഠിപ്പിച്ച മാഷെടുത്ത് ഉപ്പ, ഉമ്മ, പിന്നെ അതുപോലെ പിന്നെ എൻ്റെ അടുത്ത 2 ഫ്രണ്ട്സ്, പിന്നെ അമ്മോനെടുത്ത്, ഇത്രയും പേരെടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പം പേരൻസ് ആണെന്നുണ്ടെങ്കിലും അറിയുന്ന ആരാണെന്നെങ്കിലും എന്താ പറയുക, പൊക്കോ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആവാൻ നോക്കുക എന്നുള്ളൊരു സംഭവം. അപ്പം ഞാൻ ഇതേപോലെ ഞാനൊരു ഡൗട്ട് അടിച്ച് നിൽക്കുന്ന സമയം അതിൽ പോകാന്നുള്ള രീതിയിൽ നിന്ന മനുഷ്യനാണ്. ആ സമയത്താണ് എനിക്ക് ഫറൂഖ് കോളേജിൽ നിന്ന് വിളി വരുന്നത് ഇങ്ങോട്ട്. എന്താണ് ആ സമയത്ത് എനിക്ക് ഇവിടെ കയറാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുന്നുണ്ടായി. അതായത് MJCക്ക് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം വരുന്നുണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അതായത് ഒരു ഭാഗത്ത് ഞാൻ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഫറൂഖ് കോളേജ്. എനിക്ക് ഫറൂഖ് കോളേജിൽ പോകണം അതോ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. കാരണം നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് ലൈഫ് സെറ്റിലാണ്, ഈ ഭാഗത്ത് എനിക്ക് നമ്മുടെ ആഗ്രഹങ്ങളാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സമയത്ത് ഇപ്പം ഞാൻ ഇതേപോലെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു രണ്ടും ഒരു ഇങ്ങനെയുള്ളൊരു നിലയിലെത്തി. ഈ സമയത്ത് ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ ചെറുപ്പം തൊട്ടേയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുന്ന അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത് പൊയ്ക്കോ, പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആവും. അപ്പം ഇങ്ങനെ ഒരു സമയം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ എൻ്റെ അടുത്ത് പോയി, ഞാൻ ഇരിക്കുന്ന എൻ്റെ അടുത്ത് പോയി. ഒരു മലേൻ്റെ മേലെയാണ്, അവിടെ പോയിട്ട് ഞാൻ ഒരു ദിവസം രാത്രി മൊത്തം ഇത്രയും ദിവസങ്ങൾ ഞാൻ പോവാന്നുള്ള രീതിയിൽ ഇരുന്ന ഞാൻ അവിടെ എത്തി. ഞാൻ ചിന്തിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നുള്ളതാണ്. ഞാൻ അവിടെ വെച്ചിട്ട് തീരുമാനിച്ചു ആ ജോലി എനിക്ക് മാറ്റി വെച്ചിട്ട് ഫറൂഖ് കോളേജിൽ കയറുക എന്നുള്ളത്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, എന്ത് ചെയ്യാൻ പോകണം, ഫറൂഖിൽ ഇങ്ങനെ എനിക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫറൂഖ് കോളേജിൽ വരുന്നത്. അപ്പം ഇവിടെ എത്തിയതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ വർഷം, അതായത് ഞാൻ അന്ന് ഈ ജോലിക്ക് പോവാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നേക്കൊരു വർഷം തികഞ്ഞു എന്ന് പറയാം. ഈ സമയത്തിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ 4 രാജ്യം പോയി. ഓക്കെ, 4 രാജ്യം പോയി, അത്യാവശ്യം 100-ലേറെ പ്രോഗ്രാമുകൾ ചെയ്തു, 2-3 സിനിമകൾ അറ്റൻഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം മഞ്ഞിനായി എന്നുള്ള വർക്ക് ചെയ്യാൻ ഇറക്കി. ഈ വർഷം ഇവിടെ ഇടം എന്നുള്ള ഒരു സ്പേസ് വരെ, അതായത് ഇങ്ങനൊരു ഫോമിൽ വരെ വന്ന് നിൽക്കാൻ എനിക്ക് എന്ത് ചെയ്തു സാധിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇടങ്ങൾ നമുക്ക് തരുന്ന നല്ലൊരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്, അത് തരുന്ന ഒരു പവർ ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെന്താ പറയാ, എന്തെങ്കിലും അതായത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആ സമയത്തിന് എന്ത് ചെയ്യുക, മുന്നോട്ട് വെക്കുക. പിന്നെ ഒരു സമയത്തേക്ക് മാറ്റി വെക്കാതെ എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ ചെയ്തു പോവുക. നമുക്ക് എന്തെങ്കിലുമായിട്ട് അതിൻ്റെ ഫലങ്ങൾ പിന്നെ നമുക്ക് വന്നുകൊടുക്കുന്നുള്ളതാണ്. ഇതാണ് ഇടം വരെയുള്ള എൻ്റെ കാര്യം എന്ന് പറയുന്നത്. അത് ഈ കോളേജിൽ വന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന വരെയുള്ള എൻ്റെ ഇടം എന്നുള്ളൊരു ജേണീൻ്റെ മുന്നേ വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പം എല്ലാവരും അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും എന്ത് ചെയ്യുക, കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക. പിന്നെന്ത് ചെയ്യുക, അവനവൻ്റെ കാര്യങ്ങളിൽ എപ്പോഴും എന്ത് ചെയ്യുക, എന്തെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കുക. അത് ഞാൻ പറയുന്നത് ഞാൻ വലിയൊരാളായിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാ ദിവസവും
എന്തെങ്കിലുമായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ രാവിലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 1 hour ഞാൻ വൈബ്സിലാണ് ഉണ്ടാവുക. 8 മണിക്ക് അവിടെ എത്തും. 8 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ 8 to 9 എൻ്റെ സമയം വൈബ്സാണ്. അപ്പം ഇടത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇടം ക്രിയേറ്റ് ആവുന്നത് ജൂൺ 16 കഴിഞ്ഞ മാസം ജൂൺ 16 വൈബ്സിൽ വെച്ചിട്ടാണ്. വൈബ്സിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഏരിയ ആണ് അവിടെ. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യും, വൈബ്സിൽ കയറും. അപ്പം എനിക്കറിയാം ഈ വർഷം ഇവിടെ ഇറക്കേണ്ടതായിട്ടുള്ള സാധനം ഇവിടം എന്ന വർക്കാണെന്ന്. അതായത് ഞാനിതിന് പേരിട്ട്, അതായത് ഞാൻ +2 കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇതിന് പേരിട്ടിട്ടുള്ളത് ഇവിടം എന്നുള്ളത്. ഞാൻ പഠിക്കുന്ന കോളേജോ അത് ഏത് സ്ഥാപനമാവട്ടെ, ഇവിടെ വരണം ഫറൂഖിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് പേരിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഫറൂഖ് തന്നെ വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ ആ സമയത്ത് ഈ പേരിടുന്ന സമയത്ത് ഫറൂഖിൽ എത്തണം, അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു വർക്ക് ഇറക്കണം എന്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് സമയം എടുത്താന്ന് വെച്ചാൽ 4 വർഷമോ +1 കഴിഞ്ഞിട്ട് ഡിഗ്രി 5 വർഷം എടുത്തു ഞാൻ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഈ ഇവിടെ എന്നുള്ള വർക്ക് ചെയ്യാൻ ഇവിടെ എന്നായിരുന്നു ഞാൻ പേരിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ഒന്നും കൂടെ എനിക്ക് മാച്ചായിട്ട് എനിക്ക് എൻ്റെ മിസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മൗറ മിസ് എനിക്ക് എന്ത് ചെയ്തു, എനിക്കിങ്ങനെ ഇടം ഒന്നും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും, ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നെ ഇവിടം എന്നുള്ള ഇടം എന്നുള്ളതാണ്. കാരണം ഇടമാണ് എല്ലാവർക്കും നിന്ന് അവനവന്റെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇടം എന്നുള്ള പേരിക്ക് അത് മാറ്റിയത് എന്നുള്ളതാണ്. പിന്നെ ജൂൺ 16 ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് എൻ്റെ വർക്ക് കമ്പോസ് ചെയ്യുന്നത്. ഓരോരോ പീസ് കുഞ്ഞു പീസായിട്ട് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കഫ്തീരനെ നമ്മുടെ വൈബ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരോ ചെറിയൊരു കുഞ്ഞു പീസായിട്ടാണ് ഞാനത് എന്ത് ചെയ്ത് ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് കൊണ്ടുവന്ന് ഇങ്ങനെ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരു വർക്ക് ഇറക്കണം. കാരണം എനിക്കിത് എന്തായാലും ഇറക്കണം, എൻ്റെ മനസ്സിൽ ഈ വർഷം അത് ഇറങ്ങേണ്ട സാധനം. അപ്പം ഇങ്ങനെ പറഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു ഈ പ്രൊസീഡ് ചെയ്തോ, നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു സംഭവം. അപ്പം തന്നെ മിസ് അതിന് ഓർഡർ വന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ വർക്ക് തുടങ്ങി. വൈബ്സിലെ ഷിബുവാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, അതിന് ലിറിക്സ് സെറ്റ് ചെയ്ത് തന്നത്. നമ്മുടെ ഇവിടുത്തെ മിസ്സിന്റെ പേരെന്ത്, ആസാദോ എനിക്ക് ആസാദിക്ക് പോലെ എപ്പോഴും. അങ്ങനെ ആസാദിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഗിറ്റാറൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ലിറിക്സ് സെറ്റ് ചെയ്ത് ഷൂട്ട് തുടങ്ങണം. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അത് ഈ കഴിഞ്ഞ നമ്മള് ഇതിന്റെ അതായത് ഇടത്തിന്റെ പ്രൊസീജിയർ എനിക്ക് അതായത് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അതായത് ഇടം അതായത് ഞാനിത് ഇറക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 2-ാം തീയതിയാണ്. അതായത് ഇവിടെ ഫ്രഷേഴ്സ് ഒന്നില്ലേ, ഇവിടെ എത്ര ഫ്രഷേഴ്സ് ഉണ്ട് പറഞ്ഞ പോലെ. ഓക്കെ, ഇങ്ങോട്ടൊക്കെ വേണ്ടിയിട്ടാണ് വർക്കിറങ്ങിയത്. അപ്പം 2-ാം തീയതി ഇവിടെ രക്ഷിതാക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായില്ലേ. യെസ്, അന്നത്തെ ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, ഞാൻ വൈകിട്ട് ചെയ്യണം, സമയം കുറവാണ്, സമയം കഴിയാതെ. ഓക്കെ ഇവിടെ ഒരു റൂളാണല്ലോ. അപ്പൊ എന്തായാലും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. അപ്പം വർക്ക് എത്ര എന്താ പറയാ, ഓക്കെ, അതായത് വർക്ക് ഇറക്കുക എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ മീൻസ് അതായത് ഇതിന്റെ തുടക്കത്തിൽ കാണാൻ പറ്റും രാജാ ഗേറ്റ് കയറി പോകുന്ന അതായത് ഒരു സംഭവം. അത് പിന്നെ ഈ കുട്ടി കാണുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് ഈ കുട്ടി കാണുന്ന എന്താണ്, ചിലപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കൺവേ ആയിട്ടുണ്ടാവും അല്ലെ. അതായത് കുട്ടി കാണുന്നത് എന്താണ്, ഇങ്ങനെയാണ്. അതായത് പൊതുവെ ഒരു കോളേജിലെത്തുന്ന കുട്ടികൾക്കുള്ള ചിന്താഗതികളാണിത്. അതായത് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഫറൂഖിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. യെസ്, അതായത് ഉണ്ടോ? അപ്പം ഇവിടെ വരുന്ന കുട്ടികൾക്ക് പൊതുവെ നമുക്കതിന്റെ നെഗറ്റീവ് സൈഡ് കാണിച്ചേ പറ്റൂ. കാരണം ഇതിന്റെ നെഗറ്റീവ് ഇവിടെ ഇല്ലാന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് നമ്മൾ ആദ്യം കാണിക്കണം. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്ത് ഇവിടെ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു വരുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 മണിക്ക് നമ്മൾ ഷൂട്ട് പറഞ്ഞു. 6 മണിക്ക് ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ ഞങ്ങൾ തുടങ്ങുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് തുടങ്ങുന്ന സമയത്ത് ഈ കോളേജിന്റെ ഗേറ്റിൽ മൊത്തം കുട്ടികളാണ്. ഈ കുട്ടികളൊക്കെ നമുക്ക് വേണ്ടി മാറി തന്നിട്ടുണ്ട്. മാറി തന്ന് ഇത് നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് കുട്ടികളുടെ സപ്പോർട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിന്. ഓക്കെ, നമുക്ക് ആ ഒരു ഏരിയ മാറി തന്ന് നമ്മളത് കറക്റ്റ് ഷൂട്ട് ചെയ്തെടുത്ത് പിന്നെ എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും, അതായത് 1-ാം തീയതി ഷൂട്ട് എടുത്ത് 2-ാം തീയതി 1-ാം തീയതി നമുക്ക് ഷൂട്ട് നടന്നില്ല. 30-1 കഴിഞ്ഞ് 2-ാം തീയതിയാണ് നമ്മളെ ഷൂട്ട് അവസാനിക്കുന്നത്. 2-ാം തീയതി ഈ നിങ്ങളുടെ പാരൻസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ നടത്തിയിട്ട് അവളെ കൊണ്ട് നടപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പം
ഞാൻ പറഞ്ഞു വെക്കണേ, ഞാൻ സമയം കുറവാണ്. അപ്പം വർക്ക് കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക, അത് മണ്ണിനായുള്ള വർക്ക് കാണുക, ഇത് കാണുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങളെപ്പോഴും കൂടെ പിടിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നിങ്ങൾ പുറകെ വരും. അത് നിങ്ങൾക്ക് എന്ത് താല്പര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൂടെ പിടിച്ച് അതിൽ കോൺഫിഡൻറ്റോട് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ളത് എവിടെയും തങ്ങില്ല, നിങ്ങളെ കയ്യിൽ തിരിച്ചെത്തും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്വപ്നങ്ങൾ എന്തെങ്കിലും, അത് നമ്മളുടെ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്കിങ്ങനെ തോന്നും, നമ്മൾ ഇപ്പം ഇത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങോട്ട് എത്താൻ പറ്റുമോ. ഇപ്പം ഞാനിത് ഈ വർഷം, ഇത് 5 വർഷമായി ഇതിന് വേണ്ടിയിട്ട്. അതായത് ഈ 5 വർഷം മുന്നേ ഞാൻ മനസ്സിലൊരു കണ്ട സംഭവം ഇപ്പം എനിക്ക് ഇവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും, അതുപോലെ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും അവനവൻ്റെ പാഷനേറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ അല്ലേ?